എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പല പല തിരക്കുകളിലായിരിക്കും. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഗിഫ്റ്റിംഗ് ആണ്. സീസൺ ഓഫ് ഗിഫ്റ്റിംഗ്. ധാരാളം ഹോളിഡേ ഗിഫ്റ്റ്സ് വാങ്ങിക്കാനും പറ്റിയൊരു സമയമാണ്. കാരണം കഴിഞ്ഞ ഡിസംബർ 13 മുതൽ ഫെബ്രുവരി 14 വരെ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചാലും അതിന് ടാക്സ് ഫ്രീ ആണ്, GST HST ഫ്രീ. അപ്പോൾ ക്രിസ്മസ് സീസണിലെ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഗവൺമെൻറ് ഓഫ് കാനഡ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആനുകൂല്യമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും ക്രിസ്മസ് വിശേഷങ്ങളും ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി തന്നെ ഒരു മനോഹരമായ ഗാനവുമായിട്ട് നമുക്കിന്ന് തുടങ്ങാം ക്രിസ്മസ് എപ്പിസോഡ്. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടറുമെൻ വഴിയിലും നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥാ നിന്നെ കണ്ടു. യേശുനാഥാ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. ചുമടിതിൻ ചുമലിലും കണ്ടു, മുറിവിതിൻ അറിവിലും കണ്ടു, മുൾമുടിച്ചോരയിൽ ഞാൻ കരഞ്ഞു, എൻ
പ്രോഗ്രാമിന് ധാരാളം വെൽ വിഷേഴ്സ് ഉണ്ട് നാട്ടിലും കാനഡയിലും ഒക്കെ. നമ്മുടെ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു 4-5 വർഷമായി. ഇപ്പോൾ ഇതൊരു ചുരുക്കം പറഞ്ഞത് ഒരു 5ാമത്തെ ക്രിസ്മസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വെൽ വിഷേഴ്സിൻ്റെ മെസ്സേജസ് ആണ് ഇന്ന് അടുത്തതായി. കേരളീയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കൊക്ക ഡാൻസ് ഗ്രൂപ്പിൻ്റെ ക്രിസ്മസ് നവവത്സരാശംസകൾ. എല്ലാ കേരളീയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. കേരളീയത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി പ്രോസ്പെറസ് ന്യൂ ഇയർ ഫ്രം രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. കേരളീയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മിസ്റ്റർ ജോൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. കേരളീയം തുടങ്ങിയ ആദ്യകാലം മുതൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റിയൽറ്റർ ഫ്രണ്ട് മനോജ് കരാത്ത. മനോജ് ചേട്ടൻ്റെ ധാരാളം ക്രിസ്മസ് വിശേഷങ്ങൾ നമ്മൾ കേരളീയം പ്രേക്ഷകരോട് പറയാൻ കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത സെഗ്മെന്റ് ക്രിസ്മസ് വിത്ത് മനോജ് കരാത്ത. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരവായി. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആഘോഷങ്ങളുടെ ഒരു അവസരമാണ്. ആഘോഷങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഞാൻ പലപ്പോഴും ഈ പല ക്രിസ്മസ് പ്രോഗ്രാമുകളിലും എല്ലാ വീടുകളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് പറയുന്നൊരു കാര്യമാണ്, ലൈക്ക് ഈ ഒരു ക്രിസ്മസ് ഇങ്ങനെ അടുത്ത ക്രിസ്മസിന് ഞാൻ ഒരു വണ്ടി വാങ്ങും, അല്ലെങ്കിൽ വീട് വാങ്ങും, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റ് അവർ ആഗ്രഹങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ക്രിസ്മസ് ട്രീ വെക്കുമ്പോൾ അടുത്ത എൻ്റെ ഈ ക്രിസ്മസ് ട്രീ ഞാൻ വെക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൊച്ച് ജനിക്കുമ്പോൾ അവന് സ്വന്തമായിട്ട് ഒരു വീട്ടിലായിരിക്കും ജനിക്കേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഞാൻ കാറ്, പുതിയ കാർ അടുത്ത വർഷം ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും എനിക്കൊരു പുതിയ കാറ് വാങ്ങിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ ജോലി വിട്ടിട്ട് എനിക്ക് വളരെ നല്ല ജോലിയിലേക്ക് ഞാൻ മാറിയിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഫീൽഡ് വിട്ട് ഞാൻ സ്വന്തമായി ബിസിനസ് ആരംഭിക്കും എന്ന് അടുത്ത ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കും എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആഗ്രഹങ്ങളില്ലെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു ഒരു എയിം നമുക്കുണ്ടാവില്ല. ഈ ആഗ്രഹങ്ങളാണ് ആ എയിമിനുണ്ടാക്കും. നമുക്ക് അതിനോടുള്ള വർക്ക് നമുക്ക് ഫാസ്റ്റ് ആക്കാനും അതിനോട് എത്താനുള്ള എയിമിന് എത്രയും പെട്ടെന്ന് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നത്. സോ ഈ ആഗ്രഹങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതാണ് അടുത്ത പ്ലാനായിട്ട് വരുന്നത്. വിതൗട്ട് പ്ലാൻ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം നമ്മൾ ഈ വർഷത്തെ ഒരു ടോട്ടലി ഇപ്പോൾ എൻ്റെ ഫീൽഡായ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. മാർക്കറ്റ് ഗ്രേറ്റ് ആവാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് വാസ് ഹൈ ആൻഡ് പീപ്പിൾ ആർ നോട്ട് റെഡി ടു ബൈ ആൻഡ് ജോബ് മാർക്കറ്റ് വാസ് നോട്ട് ഗുഡ് ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ്, ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകൊണ്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വാസ് നോട്ട് ഗോയിങ് ഗുഡ്. അപ്പോൾ പലപ്പോഴും കഴിഞ്ഞ വർഷം ഇനി പുതിയൊരു വീട് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു വീട്ടിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആൻഡ് ഈ വർഷം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ജാനുവരി 2019 അഗൈൻ ഈസ് ഗോയിങ് ടു ഡ്രോപ്പ്. അപ്പോൾ അടുത്ത വർഷം ഈസ് ഗോയിങ് ടു ബി എൻ എക്സലൻറ്റ് ഇയർ എന്നാണ് പ്രഡിക്ഷൻ. സോ അപ്പോൾ ഈ വർഷം നമ്മൾ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി വീടിൻ്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല വർഷമായിരിക്കും അടുത്ത വർഷം. ആൻഡ് ഈ ക്രിസ്മസ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാതെ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ന്യൂ ഇയറിലേക്കാണ്. ന്യൂ ഇയർ ആൾക്കാർ എപ്പോഴും ഒരു തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസ് എടുക്കുന്ന സമയമാണ്. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പലരും മിക്കവാറും ആൾക്കാർ അവർക്ക് ബാഡ് ഹാബിറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിർത്തും എന്ന് പറയുന്നതാണ് പലപ്പോഴും റെസൊല്യൂഷൻസ് ആയിട്ട് വരിക. പക്ഷേ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വർഷവും പ്രശ്നങ്ങളും അടുത്ത വർഷം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അടുത്ത വർഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത്, പ്രശ്നങ്ങളില്ലാതെ ജീവിതമില്ല. ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നമുക്ക് തരണേ എന്നുള്ളതാണ് ഞാനെപ്പോഴും പ്രാർത്ഥിക്കാറ്. ബിക്കോസ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു അത്രത്തോളം നമ്മൾക്ക് ധൈര്യമുണ്ടാവും. പുതിയ പ്രശ്നങ്ങൾ ഇപ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട് ഒരു ബിസിനസ്സിൻ്റെ കാര്യം, ചേട്ടാ എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് പലപ്പോഴും ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്,
ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് എ വേ ടു ലിവ് വിത്ത് യുവർ സ്ട്രെസ്. എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇല്ലാതെ നിനക്ക് ബിസിനസ് കൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ സ്ട്രെസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുള്ള ലെവലിനേക്കാളും മുകളിലോട്ട് പോകണമെന്ന് വെച്ച് ട്രൈ ചെയ്യുമ്പോഴാണ് ഈ സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വിത്തിൻ അവർ മീൻസ് ജീവിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലായിട്ട് വേണം എന്ന് വിചാരിച്ച് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് ഈ സ്ട്രെസ് ഉണ്ടാവുക. സ്ട്രെസ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെച്ച് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ്. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുക. ആ സ്ട്രെസ് വെച്ച് ജീവിക്കാൻ പഠിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും ബിസിനസ് പാകമായിട്ട് ഉള്ള. അല്ല എന്ന് വെച്ചാൽ എവരി വൺ ഈസ് നോട്ട് ഗുഡ് ഫോർ എവറിത്തിങ് എന്ന് പറയില്ലേ. അപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങളെ പറ്റും. ഓരോന്നിനും ഇപ്പോൾ നമ്മൾക്ക് ഒരു പാട്ട് പാടാൻ ടാലൻ്റുള്ള ഒരു ജന്മന ടാലൻ്റുള്ളൊരു കുട്ടിക്ക് കുറച്ച് ട്രൈ ചെയ്താൽ തന്നെ അടിപൊളിയായിട്ട് പാട്ട് പാടാൻ പറ്റും. അത് ഇപ്പം വരക്കുന്നൊരു കുട്ടിയാണെങ്കിലും അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു ബോൺ ടാലൻറ്റ് ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിലും മറ്റുള്ള ഇതിൽ നമുക്ക് ടാലൻ്റ് ഇല്ലെന്നല്ല, എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു ബൈ ബർത്ത് ഒരു എക്സ്ട്രാ ടാലൻറ്റ് മറ്റുള്ളവരെക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും. അതിലേക്ക് അവർ പെർസ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ റിസൾട്ട് ഗോയിങ് ടു ബി റിയലി ഗുഡ്. ഇപ്പം യേശുദാസനെ എടുത്തിട്ട് നമ്മൾ ബിസിനസ്സിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്ന പണ്ട് ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെയാണ്. അപ്പോൾ അവരുടെ ആ ടാലൻറ്റിനെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. ആൻഡ് ഈ ഒരു രാജ്യത്ത് നമ്മൾക്ക് മനസ്സിലുള്ള എന്ത് കാര്യം വേണ്ടിക്കും ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നന്നായിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്കറിയുന്ന എത്രയോ ആൾക്കാർ മ്യൂസീഷ്യൻസ് ഉണ്ട്. അവർ ഇവിടേക്ക് വന്നത് IT ഇതൊക്കെ ആയിട്ടാണെങ്കിലും അവരിപ്പം ഭയങ്കര നല്ല മ്യൂസീഷ്യൻസായിട്ട് ഇവിടെയുണ്ട്. ഇതുമാതിരി തന്നെ പല ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആൾക്കാരുമുണ്ട്. ഇപ്പം നമ്മൾ ഈ മലയാളി കമ്മ്യൂണിറ്റീനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഫേമുകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെ മലയാളികളാണ്. പക്ഷേ അവർ സ്വന്തമായിട്ട് അങ്ങനത്തെ ഒരു കാര്യം തുടങ്ങുമോ? ഇല്ല. ബിക്കോസ് എന്താണ്, സ്വന്തമായി ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വളർന്ന് നല്ലൊരു എംപ്ലോയി ആവാനാണ്. ആരും നമ്മളൊരു എംപ്ലോയർ ആവാൻ പഠിപ്പിക്കുന്നില്ല. നമ്മളെപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ചെയ്തു കൊടുക്കും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യില്ല. പക്ഷേങ്കിൽ അത് മാറിയിട്ട് അവർ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ആ ഒരു നല്ലൊരു ഇൻകം ഇതൊക്കെ വരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്വന്തമായി തുടങ്ങാൻ പലപ്പോഴും ആൾക്കാർക്ക് പേടിയുണ്ടാകും. സോ അടുത്ത വർഷത്തെ ഞാൻ പറഞ്ഞു വന്നത് റെസൊല്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ കഴിവെന്താണ്, അതിന് നമുക്ക് എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് അടുത്ത വർഷത്തിലേക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ എടുക്കുക. ആത്മാർത്ഥമായിട്ട് അതിന് പണിയെടുക്കുക. ഞാൻ എല്ലാ വർഷവും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വർക്ക് ഞാൻ എല്ലായ്പ്പോഴും ചെയ്യാറുണ്ട്. അതിൻ്റെ റിസൾട്ട് എനിക്ക് വരാറുണ്ട്. ഇപ്പോൾ എൻ്റെ മോള് തന്നെ ഇപ്പോൾ എക്സാമിന് ഇപ്പം പോയിട്ട് ഇപ്പോൾ അതിൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഗുഡ് മാർക്സ് എന്നൊക്കെ പറയുകയാണെങ്കിലും ഞാൻ അവിടെ നീ നിൻ്റെ 100% എഫേർട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് റിലാക്സ്. റിസൾട്ട് ക്യാൻ ബി ഗുഡ് ഓർ ബാഡ്. ബട്ട് ദി തിങ് ഈസ് നമ്മളെപ്പോഴും 100% എഫേർട്ട് നമ്മളതിനിടുക. അപ്പം നമ്മൾ റെസൊല്യൂഷൻ എടുക്കുമ്പോഴും അതിനുവേണ്ടി നമ്മൾ 100% എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു സക്സസ് ഉണ്ടാവൂ. നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ് നമ്മൾ അടുത്ത ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതുപോലെ എല്ലാവരും അവരുടെ എയിമിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഞാനും എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ എയിമിന് വേണ്ടിയിട്ട് ഞാനും ഹാർഡ് വർക്ക് ചെയ്യും. എൻ്റെ എല്ലാവർക്കും നല്ല റിസൾട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ വിഷസും. Jingle bells, jingle all the way. Oh, what fun it is to ഇതൊരു ആഘോഷങ്ങൾക്കും ഫുഡ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകം തന്നെയല്ലേ. പ്രത്യേകിച്ച് ക്രിസ്മസ് ആകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. വൈനും കേക്കും പിന്നെ ധാരാളം നോൺ വെജ് ഐറ്റംസും ഒക്കെ ആയിട്ടാണ് ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിനും നല്ല എന്തെങ്കിലുമൊക്കെ പുതിയ ഡിഷസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നു ഒരു കുക്കിംഗ് സെഗ്മെൻറ്റ്, രുചിക്കൂട്ടിലെ പൊടിക്കൂട്ട് എന്ന സെഗ്മെൻറ്റുമായി അടുത്തത്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ളവരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ ഒരു സമയമാണ് ക്രിസ്മസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫിഷ് മോളിയാണ്. ഫിഷ് മോളി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ അത് മീൻ പാലുകറി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കാലം മാറിയപ്പോൾ അത് ഫിഷ് മോളിയായി. അമ്മയന്ന് ഉണ്ടാക്കിയ സെയിം ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോഴും ഫോളോ ചെയ്യുന്നത്. അന്നത്തെ ആ ടേസ്റ്റാണ് ഇന്നും എൻ്റെ നാവിലുള്ളത്. അതുപോലെയാണ് ഞാൻ എൻ്റെ വീട്ടുകാർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. എൻ്റേതായ സ്റ്റൈലിലാണ് ഞാൻ ഇന്ന് ഈ പാലുകറി അല്ലെങ്കിൽ ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ല ഫിഷ്
കിങ് ഫിഷാണ്, അല്ലെങ്കിൽ നെമ്മി എന്ന് പറയും. ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നതും കിങ് ഫിഷാണ്. ഫിഷ് മോളി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. അതിന് മുമ്പായി നമുക്ക് ഫിഷ് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഫിഷ് മാറിനേറ്റ് ചെയ്യാൻ ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി നാരങ്ങാനീര്, ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ നാരങ്ങാനീര് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫിഷ് മാരിനേറ്റ് ചെയ്യുക. ആദ്യമായി ഫിഷ് മോളി ഉണ്ടാക്കുവാനുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. വെളിച്ചെണ്ണ 1 കപ്പ്, ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 1 പിടി, വെളുത്തുള്ളി 1 പിടി, കറിവേപ്പില 2 ഇതൾ, മല്ലിയില ആവശ്യത്തിന്, പച്ചമുളക് നെടുകെ പിളർന്നത് 5 എണ്ണം, സവാള 8 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, തേങ്ങാപ്പാൽ 750 ml, വിനാഗിരി ആവശ്യത്തിന്, കശുവണ്ടി 1 പിടി അരച്ചത്. ആദ്യമായി മാരിനേറ്റ് ചെയ്ത ഫിഷ് 2-3 സ്പൂൺ എണ്ണയൊഴിച്ച് വറുത്തെടുക്കുക. അത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് അകവും പുറവും മറിച്ചിടുക, മാറ്റി വെക്കുക. മാറ്റി വെച്ച് കഴിഞ്ഞ് നമ്മൾ എണ്ണയടുപ്പത്ത് വെച്ച് നമ്മുടെ ഏലക്ക കറുവാപ്പട്ട ഇടുക. ഉടൻ തന്നെ ഇഞ്ചി, ഗാർലി, കരിയാപ്പില, മല്ലിയില, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് വരട്ടുക. കുറച്ച് വരട്ട് കഴിയുമ്പോഴത്തേക്ക് ഉടൻ തന്നെ അരിഞ്ഞു വെച്ച ഉള്ളി ഇടുക. ഉള്ളി ബ്രൗൺ ആകുന്നതിന് മുമ്പ്, കഷ്ടിച്ച് ബ്രൗൺ ആകുന്നതിന് മുമ്പ് ഈ പൊടികൾ ചേർക്കണം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കുക. ചേർത്ത് 1-2 ഇളക്കുക. നമ്മുടെ തേങ്ങാപ്പാലും കപ്പലണ്ടി അരച്ചതും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മീനെടുത്ത് അതിൻ്റെ അകത്തിട്ട് അടച്ച് 3 to 5 മിനിറ്റ്സ് വേവിക്കുക. ഫിഷ് മോളി റെഡി. Jingle bells, jingle all the way. Oh, what fun it is to ഫിഷ് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. കുക്ക് ചെയ്യാൻ പോവുകയാണ്. അടുപ്പത്ത് ഫ്രൈ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. അതിലോട്ട് കറുവാപ്പട്ട കുഞ്ഞു കഷ്ണം, 3 ഏലക്ക, 3 ഗ്രാമ്പു ഇതങ്ങോട്ട് ഇടുകയാണ്. നല്ലപോലെ ഉള്ളി ബ്രൗൺ ആയില്ല. ബ്രൗൺ ആകുന്നതിന് മുമ്പ് ഞാൻ ഈ പൊടികൾ അങ്ങിടുന്നു. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഇനി അടച്ചിട്ട് 3 to 5 മിനിറ്റ്സ് വെക്കുക.
റെഡി, ഫിഷ് മോളി റെഡി. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് മോളി അതല്ലെങ്കിൽ മീൻ പാല് കറി റെഡിയാണ്. നിങ്ങളേവരും കണ്ടല്ലോ, യാതൊന്നും കൂടുതലായിട്ട് ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് ഇത്. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നന്ദി, നമസ്കാരം. Jingle bells, jingle all the way. Oh, what fun it is to ride. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും മേരി ക്രിസ്മസ്. എന്തായാലും കുറേ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Meka signing.